അടുത്തൊരു സംസാരിക്കാൻ വേണ്ടി ചാക്കോടി എനിക്കാളുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സുഹൃത്തുക്കളെ, മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് അതിഗംഭീരമായിട്ട് തന്നെ പുസ്തകത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഇരുട്ട് ഇപ്പോൾ ലൈവ് പോകുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് വെളിച്ചത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ ഈ പുസ്തകം ചർച്ച ചെയ്ത് ഇരുട്ടിലേക്കാണോ പോകുന്നത് എന്നുള്ള എൻ്റെ ഒരു സിംബോളിക് തലമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വെളിച്ചത്തിലേക്ക് അപ്പോൾ ഞാനും ഇന്നലെയൊക്കെ സദാനന്ദനായിട്ട് സംസാരിച്ചു. പുസ്തകം പ്രകാശനത്തിൻ്റെ അന്നും ലൈവ് കൊടുത്തിരുന്നു. മധു ഒക്കെ ഗംഭീരമായിട്ട് അതിനെ പ്രതിപാദിച്ചിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രാമകൃഷ്ണ പരമഹംസ എന്നുള്ള ഗുരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. നാരായണ ഗുരു ആണ് വിവേകാനന്ദന്റെ ഗുരുവായിരുന്നെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ മൊത്തം മാറുമായിരുന്നു. പക്ഷേ 1902 വിവേകാനന്ദൻ മരിച്ചു. 34 വർഷം 36 വർഷം മറ്റേ ഇരുന്നിട്ടുള്ളൂ. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും വായിച്ചിട്ടില്ല. 1848 പ്രസിദ്ധീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ പോയിട്ടില്ല. ഫ്രഞ്ച് വിപ്ലവം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ എല്ലാ ചാപ്റ്ററിലൂടെയും കടന്നുപോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് സാധാരണ സൂചിപ്പിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ 15ാം നൂറ്റാണ്ട് വരെയുള്ള 10 നൂറ്റാണ്ട് ഇരുണ്ട കാലഘട്ടമാണ്. ഡാർക്ക് ഏജ് എന്ന് പറയുന്ന യൂറോപ്പിലെ ഈ പറഞ്ഞ പൗരോഹിത്യ മേധാവിത്വം, ക്രിസ്ത്യൻ പൗരോഹിത്യ മേധാവിത്വം, ഏറ്റവും വലിയ വയലൻസ്, ഏറ്റവും വലിയ ഭരണകൂടമായിട്ട് ചേർന്നുകൊണ്ട് കൊലവിളിക്കുന്ന ഒരു പീരീഡാണ്. 10 നൂറ്റാണ്ട്, 1000 വർഷമാണ്. ഈ 10 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് റിനൈസൻസിലേക്ക് കടക്കുകയാണ്. അതായത് എത്ര അടിച്ചമർത്തപ്പെട്ടാലും അത് ഉദയം ചെയ്യും. ഒരു ഗലീലിയോ വരും, ന്യൂട്ടൺ വരും, ഷേക്സ്പിയർ വരും, ഡാവിഞ്ചി വരും, റാഫേൽ വരും. പെയിന്റിങ്ങിലൂടെയും നാടകത്തിലൂടെയും ശാസ്ത്രബോധത്തിലൂടെ അത് അതിജീവിക്കുക. അത് ഊർജത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എത്ര സപ്രസ് ചെയ്താലും വരും. ബ്രൂണോ സത്യം പറഞ്ഞു, ബ്രൂണോനെ ചുട്ടരിച്ചു പോന്നു. പക്ഷെ ഗലീലിയോ സ്ട്രാറ്റജിക്കലി ആണ് സത്യം പറഞ്ഞത്. ഭൂമി പരന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ല, പക്ഷേ ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഞാനിത് പരന്നതാണെന്ന് പറഞ്ഞാലും ഭൂമി ഉരുണ്ട് തന്നെ ഇരിക്കും എന്നുള്ളത് പുറത്തിറങ്ങിയിട്ട് പറയുന്നു. അപ്പൊ അങ്ങനെ വന്നൊരു നൂറ്റാണ്ടിന് ശേഷം വരുന്ന യൂറോപ്പിന്റെ ഒരു മാറ്റമുണ്ട്. അതുണ്ടാക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 18ാം നൂറ്റാണ്ട് 19ാം നൂറ്റാണ്ടിലൊക്കെ വരുന്ന ഒരു വലിയൊരു ഇന്നോവേഷനുണ്ട്, ഒരു അട്ടിമറിയുണ്ട്, ഒരു വിപ്ലവമുണ്ട്. ഈ ഊർജത്തിന്റെ കൂടെ തന്നെ ഫ്രഞ്ച് വിപ്ലവം വരുന്നുണ്ട്. സത്യത്തിൽ മാർഷൽ എംഗൽസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാരീസ് കമ്മ്യൂൺ വരുന്നുണ്ട്. ഇതെല്ലാം ഒരുപക്ഷെ അതുവരെയുള്ള ഒരു ചെറിയ നിരീക്ഷണം സ്വാമി വിവേകാനന്ദന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഒരു സ്കോളർലി ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ ബുദ്ധന്റെ സിദ്ധാന്തത്തിൽ, ബുദ്ധന്റെ ദർശനത്തിൽ ഊന്നിക്കൊണ്ടുള്ള കരുണ, അത്തരം കാര്യങ്ങളിലാണ് രാമകൃഷ്ണ പരമഹംസ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ ഗുരു നിലനിന്നിരുന്നത്. ആ ഒരു വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ വിമർശനങ്ങളും സ്വാമി വിവേകാനന്ദന്റെ ദർശനങ്ങളിൽ കണ്ടെത്താൻ പറ്റും. കാരണം അദ്ദേഹം ഒരു സമര പോരാളിയാണ്. ഉത്തിഷ്ഠത ജാഗ്രത എന്നൊക്കെ പറയുന്നു. മസിൽസ്, നമ്മുടെ അയൺ വില്ല് വേണമെന്നും, ഇച്ഛാശക്തി, ഉരുക്കിനോളമുള്ള ഇച്ഛാശക്തി വേണം, ഫിസിക്കൽ ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് യൂത്തിനൊക്കെ ആവേശഭരിതമായിട്ട് നമ്മുടെ പിന്നീട് നടന്ന സ്വാതന്ത്ര്യ സമരത്തിലേക്കൊക്കെ ആഹ്വാനം ചെയ്യുമ്പോഴും നേരത്തെയുള്ള ഈ പ്രശ്നങ്ങൾ കിടന്ന് കളിക്കുകയാണ്. ഈ ആത്മീയത എന്ന് പറയുന്നതിനകത്ത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ഏതൊരു സന്യാസിക്കും പറ്റുന്ന അതേ പ്രശ്നം തന്നെയാണ് സ്വാമി വിവേകാനന്ദന് പറ്റിയിരിക്കുന്നത്. കാരണം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്നത് ഹെഗലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്സ് ഉണ്ടാക്കിയതാണ്. ഹെഗൽ വരെ മനസ്സിലാക്കലാണ്, ഭൂമിയെ മനസ്സിലാക്കുക, പ്രപഞ്ചത്തെ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്, കോംപ്രിഹെൻസീവായിട്ട് നമ്മൾ ലോകത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, റിയാലിറ്റിയെ മനസ്സിലാക്കുക. ഈ റിയാലിറ്റി ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അവിടെയുള്ള ചൂഷണ വ്യവസ്ഥിതി, അതിന്റെ സംസ്കാരമാണ് ഈ റിയാലിറ്റി തരുന്നത്. സംഭവം അവരുണ്ടാക്കുന്ന സംഭവത്തിനെ നമ്മൾ ഇരകളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇരകൾ ഉണ്ടാക്കുന്ന വ്യവസ്ഥിതി മാറ്റണം എന്നുള്ളതാണ് മാർക്സിന്റെ. അതാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ് വേൾഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അവിടെ സംഘടിതമായ സമരങ്ങളിലൂടെ പറ്റുള്ളൂ എന്നുള്ളതാണ്. അവിടെ ചെറിയ സന്യാസിക്ക് പോലും പറ്റില്ല. അപ്പൊ ബുദ്ധൻ ഒരുപാട് ദർശനങ്ങളെ കൊന്നെങ്കിലും ശങ്കര ദർശനം വരുന്നതോടുകൂടി ബുദ്ധനെയൊക്കെ ഇത് ചെയ്തുകൊണ്ട് ചാർവാകനെയൊക്കെ കളഞ്ഞുകൊണ്ട് എത്രയോ സംഭവങ്ങളാണ് ചരിത്രത്തിൽ സംഭവിച്ചത്. ഭൗതികവാദം പറയുന്നവർ ഉന്മൂലനം ചെയ്ത് കളയുന്ന രീതിയിലേക്ക് വരിക. കാരണം അന്ന് സംഘടിത പ്രസ്ഥാനങ്ങളില്ല, കുറച്ച് ശിഷ്യഗണങ്ങളായിട്ട് പോകുന്നത്. അത് ക്രൈസ്റ്റ് മുതലൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാനത് ജനറലായിട്ട് പറയണമെന്ന് മാത്രം. അപ്പോൾ വിവേകാനന്ദനെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു റൂട്ടാണ്, അതിൻ്റെ ഒരു ഫിൽട്ടർ ചെയ്തൊരു തലമാണ് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് ആർജിക്കേണ്ടത്.
കാരണം വിവേകാനന്ദൻ മരിക്കുന്ന സമയത്ത് 1902 1906 ശരിക്കും പറഞ്ഞാൽ ടോൾസ്റ്റോയ് മരിക്കുന്നത്. ഞാനിത് കമ്പാരിറ്റീവായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ആത്മീയതയുടെ തലങ്ങളാണ്. അവിടെ ഹിന്ദുസ് ഒന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ ജാതി മതം വർണ്ണമൊന്നും അവിടെ ഇല്ല. റഷ്യയിൽ അവിടെ ക്രിസ്ത്യാനിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ ക്രിസ്ത്യൻ ഐഡിയോളജിയിൽ നിൽക്കുന്ന ടോൾസ്റ്റോയ് അന്തരിക്കുമ്പോൾ ഈ ആത്മീയതയിലൂടെയുള്ള പരിവർത്തനത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ലെനിൻ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്ന റഷ്യൻ ഇതിന്റെ കണ്ണാടി എന്നാണ് പറഞ്ഞു എഴുതിയത്. പക്ഷെ റഷ്യൻ വിപ്ലവം നടക്കുന്നത് 17-ലാണ്. സ്വാമി വിവേകാനന്ദൻ അതിലൂടെ ഒന്നും പോയിട്ടില്ല എന്നതാണ്. ഒരുപക്ഷെ നാരായണ ഗുരുവിന്റെ കാലം വരുമ്പോഴേക്കും, പണ്ഡിറ്റ് കറുപ്പന്റെ കാലം വരുമ്പോഴേക്കും പിന്നീട് വരുന്ന മൂവ്മെന്റുകളെല്ലാം ഈ സംഘബോധത്തിന്റെ തലം വരികയും ഒപ്പം തന്നെ ജാതി മതത്തിനെതിരെ എങ്ങനെ ആഞ്ഞടിക്കണം എന്നുള്ള തലത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇവിടെ വരുന്നുണ്ട്, നാടകങ്ങളിലൂടെ വരുന്നുണ്ട്, മറ്റ് പല പാലാകലേശം പോലെയുള്ള നാടകങ്ങളിലൂടെ വരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വല്ലാണ്ട് പോകണ്ട. അതൊക്കെ ഈ 1902 ശേഷം സംഭവിക്കുന്ന മൂവ്മെന്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്നീട് 25 ശേഷം സംഭവിക്കുന്നത്, അത് പിന്നീട് കർഷക പ്രസ്ഥാനവും സമരങ്ങളും പോരാട്ടങ്ങളായിട്ട് മാറുന്നു വേറൊരു. അപ്പൊ ഈ ആത്മീയത എന്താണെന്നുള്ളൊരു ചോദ്യത്തിന് ഞാനൊക്കെ പറയുന്ന വെച്ചാൽ, നിങ്ങൾ ഈ ലോകനീതിക്ക് വേണ്ടി പോരാടുന്ന സമരത്തിന്റെ തലത്തിൽ നിൽക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച ആത്മീയത. അതായത് ഞാൻ നന്നായി, ഞാൻ നല്ല പരിശുദ്ധനായ ലോകം പരിശുദ്ധമാകുന്നു, അങ്ങനെയില്ല. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നില്ല. ഒരു മൂലധനത്തിന്റെ സ്ഥലത്ത്, ഭീകരവാദത്തിന്റെ യുദ്ധവെറിയന്മാരുടെ സ്ഥലത്ത് നമ്മൾ പരിശുദ്ധനായി ഇങ്ങനെ വീട്ടിലിരുന്നാലും നമ്മുടെ വീട്ടിൽ ബോംബ് വന്ന് വീഴും, നമ്മുടെ വീട്ടിൽ ടെററിസ്റ്റുകൾ കയറി ആക്രമിക്കുക. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് അതിന് സ്വത്വം എന്നുള്ള രീതിയിൽ ആ ഒരു പരിശുദ്ധി നിലനിർത്താൻ കഴിയില്ല. അപ്പൊ ഇത്തരം ഗ്രന്ഥങ്ങളിലൂടെ, ഇത്തരം മാത്രമല്ല പിന്നീട് വന്ന കേദാമോദന്റെ ഗ്രന്ഥമാണെങ്കിലും കോസാംബിയുടെ ഗ്രന്ഥങ്ങളാണെങ്കിലും ശങ്കാലിയുടെ ഗ്രന്ഥങ്ങളാണെങ്കിലും പിന്നീട് 50കളിലൊക്കെ വന്നിട്ടുള്ള പുസ്തകങ്ങളാണ് ഡി കോസാംബിയുടെ. ഇതെല്ലാം നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ ആർജിക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് സ്ത്രീകളുടെ ഫ്രീഡത്തെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ വർഗീയവാദികൾക്കെതിരെ പോരാടാൻ പറയേണ്ടത്. ആ മനുസ്മൃതിനെ അറിയാണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും. സ്ത്രീ വിമോചനത്തെ പറ്റി ലെനിൻ എഴുതുന്ന അതേ ഗൗരവത്തിൽ തന്നെ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്. ദളിത് ഫ്രീഡം എന്ന് പറയുന്നത് പട്ടിക എടുക്കുന്ന, ഈ ഒരു നേരത്തെ അന്നം കൊടുക്കാത്തവനാണ് സ്വർഗത്തിൽ പോയിട്ട് അമൃത് തരും എന്ന് പറയുന്നത്. ഇതിലും വലിയ ബോഷ്കത്തരം ഇല്ല എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ്. ഈ തെരുവിലൂടെ നടക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഇതിന്റെ വേറെ എക്സാമ്പിള് മറ്റേ നാരായണ ഗുരുവിന്റെ കാലത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു, കാരമുക്കിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സ്വാമിയും ശിഷ്യന്മാരും ഇങ്ങനെ വഴിയിൽ കാത്തിക്കുക വിശന്നിട്ട്. അപ്പൊ പാലും പഴമൊക്കെ ആയിട്ട് ഭക്തജനങ്ങൾ ഇങ്ങനെ പോവുകത്രേ ഒരു പ്രതിമയ്ക്ക് നിവേദ്യം കൊടുക്കാനായിട്ട്. സ്വാമിയുടെ തന്നെ പ്രതിമയാണ് അവിടെ ഇരിക്കുന്നത്. സ്വാമിനെ മനസ്സിലായിട്ടില്ല ഇവർക്ക്. സ്വാമിയുടെ പ്രതിമ എന്നുള്ളതല്ല, അവിടെ എന്തോ പ്രതിഷ്ഠയാണ്. അപ്പൊ അവിടെ ഈ പഴം ഇതൊക്കെ കൂടി ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ട് നിവേദ്യം കൊടുക്കാവുമ്പോൾ ഈ ഗുരു ശിഷ്യന്മാര്, നാരായണ ഗുരു ശിഷ്യന്മാരോട് പറയാ, യഥാർത്ഥ മനുഷ്യൻ നമ്മള് ഇവിടെ പട്ടിണി എടുക്കുമ്പോൾ നമ്മള് പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഭക്തജനങ്ങൾ കൊണ്ടുപോയിട്ട് പാലും പഴം കൊടുക്കുന്നു, നമ്മൾ തെരുവിൽ പട്ടിണി എടുക്കുന്നു. ഈ റിയാലിറ്റി ആണ് ഏറ്റവും വിപ്ലവകരമായിട്ട് നാരായണഗുരു മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ പല സ്ഥലങ്ങളിലും വിവേകാനന്ദൻ ഈ പറഞ്ഞ ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉള്ളപ്പോൾ പോലും പൗരോഹിത്യത്തിന്റെ ഈ ക്രൂരതയ്ക്കെതിരെ നന്നായിട്ട് ചാട്ടവാർ എടുത്തടിച്ച പോലെ, ജെറുസലേം ദേവാലയത്തിൽ ക്രൈസ്റ്റ് പോയി ചാട്ടവാർ എടുത്തടിച്ച പോലെ തന്നെയാണ് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞൊരു പ്രോബ്ലം വരുന്നുണ്ട്, ഒറ്റയാൾ പോരാട്ടം എന്നുള്ള രീതിയിലാണ്. അത് മനുഷ്യസഹജമായിട്ട് സൂപ്പർമാൻ തിയറിയിലേക്ക് വരും. ഫാസിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ സൂപ്പർമാൻ തിയറി. നീഷയൊക്കെ അവരിഷ്ടപ്പെടാൻ കാരണമാണ് ഹിറ്റ്ലർക്ക്, കാരണം സൂപ്പർമാൻ തിയറിയാണ്. ഈ ഒരു തലത്തിൽ സ്വാമി വിവേകാനന്ദന്റെ സദാനന്ദന്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത്, നമുക്ക് അതിൻ്റെ അകത്ത് പിന്നെ അടിസ്ഥാന വർഗത്തിന്റെ മോചനമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് എന്തൊക്കെയുണ്ട്, സ്ത്രീ വിമോചനമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം ഏരിയാസ് ഉണ്ട്, അത്തരം ഏരിയയിൽ എടുക്കുകയും മറ്റു കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ പ്രായോഗികമായിട്ട് ചെയ്യുന്നത്. ആത്മീയത എന്ന് പറയുന്ന സന്യാസിമാരെ മാത്രമല്ല, യഥാർത്ഥത്തിൽ മാർക്സിസം പ്രയോഗിക്കുന്നവർക്കും ആ തലത്തിൽ ഒരു ജനങ്ങളോടുള്ളൊരു പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് എന്നുള്ളതുണ്ട്. അത് സന്യാസിമാരോട് പറയുന്ന, അതേ പുരോഹിതന്മാരോട് പറയുന്ന, സ്വാമിയാനന്ദൻ പറയുന്നതിന്റെ നമുക്കത് ആർജിച്ചെടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് സത്യസന്ധമായിരിക്കുക എന്നുള്ളതാണ്. സമരം മുന്നോട്ട് പോകണം, സഹനം കാര്യമില്ല, സമരം മുന്നോട്ട് വെക്കുക എന്നുള്ളത്. അപ്പൊ ആ സമരത്തിന്റെ ഊർജ്ജം എന്തൊക്കെയാണ് ഈ പുസ്തകങ്ങളിൽ നിന്ന്, ഇത്തരം ഒരു പുസ്തകമല്ല, പ്രൊഫസർ വി അരവിന്ദാസിന്റെ പുസ്തകം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇവിടെ, സമന്വയവും സംഘർഷവും. ഞാൻ ഇന്നലെ സംസാരിച്ചത് സാധാരണ. ഇതിനെ തുടർന്ന് ഒരുപാട് പുസ്തകങ്ങൾ, പി എൻ ഗോപീഷിന്റെ പുസ്തകം ചർച്ച ചെയ്യപ്പെടും. അപ്പൊ ഈ വായനശാലയ്ക്കും കൂടി ഒരു അഭിനന്ദനം പറയാനാണ് ഞാനിവിടെ രണ്ടു വാക്ക് പറയുന്നത്. ഈ പുസ്തകത്തിന്റെ 6 ചാപ്റ്ററിലൂടെയും കടന്നുപോയപ്പോൾ അവസാനം അദ്ദേഹത്തിന്റെ ക്ഷേമസങ്കല്പമൊക്കെ ഉണ്ട്. അപ്പോൾ രാമരാജ്യത്തെ കുറിച്ച് ഗാന്ധി പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും
ഭൂപരിഷ്കരണം നടത്തുന്നതും ഇക്വാളിറ്റി നടത്തിയതും പള്ളിയല്ല, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. പക്ഷെ മാർക്സിസം പ്രയോഗിക്കുമ്പോൾ വരേണ്ട ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ വേറെ നെഗറ്റീവ്സ് വരികയും പിന്നീട് അത് സോവിയറ്റ് യൂണിയൻ കൊഴിഞ്ഞു പോകേണ്ടി വരുന്നത്. അത് വലിയ പ്രായോഗിക സിദ്ധാന്തം എന്നുള്ള രീതിയിലുള്ള അതിൻ്റെ വൈരുദ്ധ്യമാണ്. പ്രായോഗിക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ സംഘടിതമായിട്ട് ആളുകളെ ചേർത്തുകൊണ്ട് എല്ലാ വൈരുദ്ധ്യങ്ങളും ഒരുമിച്ച് സമര പോരാട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വരുന്ന അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവുകളും ധാരാളം വരും എന്നുള്ളതാണ്. അതല്ലാത്തതിന് ആത്മീയത പറയാൻ വളരെ എളുപ്പം. കാരണം 10 പേരെ സംഘടിപ്പിക്കണ്ട, നമുക്ക് സ്വസ്ഥമായി വീട്ടിലിരുന്നിട്ട് ഈ ധ്യാനം കൂടിയിരുന്നാൽ മതി. മാക്സിമം ഹിമാലയത്തിൽ പോയി സമാധി അടയാന്നുള്ള അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രസ്ഥാനങ്ങൾ എല്ലാം കാണേണ്ടത് ഇത്തരം മതഗ്രന്ഥങ്ങളെ വർഗീയവാദികൾ ഈ പറഞ്ഞ പുരുഷ മേധാവിത്വവും ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തിന്റെ മാത്രം ആയുധങ്ങൾ അതിൽ നിന്ന് കടഞ്ഞെടുത്ത് അവർ പ്രയോഗിക്കാൻ നോക്കുമ്പോൾ തിരിച്ച് ബഹുജന മുന്നേറ്റത്തിന് ഗുണം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? അത് ആരും എഴുതി വെച്ചാലും ആ എലമെന്റ്സ് നമ്മൾ സ്വാംശീകരിക്കുക. നമ്മളിത് ഇത്തരം മതഗ്രന്ഥങ്ങൾ തള്ളിക്കളയാതെ, കൊശാമ്പി മാത്രമല്ല ഓഷോയും, ഞാൻ പറഞ്ഞ ഓഷോയൊക്കെ ഗംഭീരമായിട്ട് ബുദ്ധനെ അനലൈസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ഓഷോ വായിക്കില്ല. ഈ ഞാനതാകുന്നു എന്നുള്ള പുസ്തകമൊക്കെ ഈ തത്വമസിയൊക്കെ എഴുതുന്ന ഈ പണ്ഡിത പ്രകടനമൊന്നും അല്ലാതെ വളരെ സിമ്പിളായിട്ടാണ് അത് വ്യാഖ്യാനിച്ചു പോകുന്നത്. അപ്പോൾ ഓഷോയും വായിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും പറ്റിയിരിക്കുന്നത് ആ സന്യാസിമാരുടെ എന്തോ പരിപാടിയാണ്, നമ്മുടെ അല്ല. നമ്മൾ ഇത് വിവേകാനന്ദനെ തീർച്ചയായിട്ടും നമ്മൾ ആർജിച്ചിരിക്കണം. നാരായണഗുരു ഇപ്പോൾ പഠിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. കാരണം RSSകാരൻ നാരായണഗുരുവിനെ ഓൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് പ്രശ്നം തുടങ്ങിയത്. അതുകൊണ്ട് ഇത്തരം പുസ്തകങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത്, സംവാദത്തിൽ വരുന്നത് നമ്മുടെ സമര ആയുധം എന്നുള്ള രീതിയിൽ ഈ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാഷിസത്തിന് എതിരെ പ്രയോഗിക്കാൻ എന്തെല്ലാം ടൂൾസ് ഇതിൽ നിന്ന് എടുക്കാം, എന്തെല്ലാം ടൂൾസ് എടുത്തുകൊണ്ട് അത് ബഹുജന മുന്നേറ്റത്തിൽ എങ്ങനെയൊക്കെ അത് ആശയപരമായിട്ടുള്ള ധാർഢ്യമാക്കി മാറ്റാം, ഫൈറ്റിംഗ് ആയിട്ടുള്ള എനർജിയാക്കി മാറ്റാം എന്നുള്ളതാണ്. അതിന് ഈ പുസ്തകം ഗുണം ചെയ്യട്ടെ. ബാക്കി വിമർശനങ്ങളൊന്നും പിന്നെ നമ്മളിപ്പോൾ ഉന്നയിക്കേണ്ട കാര്യമില്ല, ഉന്നയിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതല്ല നമ്മുടെ അജണ്ട. ഒരുപക്ഷെ വിവേകാനന്ദനെ വിമർശിക്കൽ എൻ്റെ അജണ്ടയല്ല എന്ന് ഏതോ ചാപ്റ്റർ തുടങ്ങുമ്പോഴേ സദാനന്ദൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വായിച്ചു പോകുമ്പോൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു സംരംഭം ഈ വായനശാല നിരന്തരം മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തിൽ 10,000 വായനശാലകളിൽ 5,000 വായനശാലകളും ഇത്തരം നിരന്തര സംവാദങ്ങൾ, ഈ മോദി ഭരണം മുറിവേറ്റ രാഷ്ട്രം എന്ന് പറയുന്ന K. സഹദേവന്റെ പുസ്തകം അടക്കം, ആന്റി ഫാസിസ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, സത്യാനന്ദ മാഷ പുസ്തകങ്ങൾ, നമ്മൾ നിരന്തരം ഒരു സംവാദ ഭൂമി, അതും നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതല്ല, എന്തിനാണ്? ഡോക്യുമെന്റേഷന് വേണ്ടിയാണ്. അത്തരമൊരു സന്ദർഭം, ഒരു വേദി ഒരുക്കപ്പെട്ടതിന് വളരെയധികം അഭിവാദ്യങ്ങളുണ്ട്. തുടർന്നും നമ്മൾ ഈ വായനശാലയുടെ എല്ലാ പരിപാടികളും ഒപ്പം ഉണ്ടായിരിക്കും. കൂടുതൽ മികച്ച ചർച്ചകളിലേക്കും വായിക്കാത്ത ഒരു പുസ്തകം വായിക്കുക, നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയാനുള്ള, ഇതിൽ പറയും ഹൃദയമാണ് വേണ്ടതെന്നൊക്കെ പറയും, യുക്തി വേണ്ടാന്ന്. പക്ഷെ പുസ്തകത്തിലൂടെ കടമ്പോൾ നമുക്കൊരു യുക്തിയൊക്കെ വേണം, നല്ലതാണ്. സ്വാമിയാണെന്ന് പറയും ഹൃദയം കൊണ്ടാണ് പറയുന്നത്, ശരിയാണ്. പക്ഷെ ലോജിക്കൽ തിങ്കിങ് കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കാണാൻ പറ്റുള്ളൂ, നമുക്ക് ഏതൊക്കെ എടുക്കണം ഏതൊക്കെ തള്ളണം എന്നുള്ളത്. ആ ഒരു ഉൾക്കൊള്ളലും തള്ളലും പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസത്തിന്റെ ഏറ്റവും വലിയ ടൂള്. അതിലൂടെ വേണം ഇതിനെ വായിക്കാൻ. കാരണം കൊസാംബിയൊക്കെ ചെയ്ത പണി അതാണ്. മാർക്സിസം പഠിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ പിന്നെ മിഥവും യാഥാർത്ഥ്യവും ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിന് മുഖവരിയും രാഷ്ട്രജനായ പ്രബന്ധങ്ങളും ഒക്കെ എഴുതിയെന്നുള്ളതാണ്. അത് ആ റേഞ്ചിൽ നമ്മുടെ പുസ്തകത്തെ വായിക്കാൻ പഠിക്കുക. ഓക്കെ.